ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 32:28. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് നീ ജയിച്ചിരിക്കുന്നു. യെസ്, എല്ലാറ്റിനും ഒടുവിൽ യാക്കോബ് ജയിച്ചു. സ്നേഹമുള്ളവരെ, യാക്കോബും ദൈവവുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തിൻ്റെ രംഗമാണ് നാം കേട്ടത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മുതൽ യാക്കോബായവൻ ഇസ്രായേലാകുന്നതുവരെ ചതിയുടെയും വഞ്ചനയുടെയും കഥകളായിരുന്നു അവൻ്റെ ജീവിതത്തിൽ പറയാനുണ്ടായിരുന്നത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏത് കോമാളി വേഷം കെട്ടുന്നവരുടെ പ്രതീകമാണ് യാക്കോബ്. അന്ധനായ അപ്പൻ്റെ മുൻപിൽ ആട്ടിൻതോലണിഞ്ഞ് അവകാശവാദവുമായി അനുഗ്രഹം പ്രാപിക്കാനായി അഭിനയിച്ചരങ്ങ് തകർത്തവൻ. വിശന്നു വലഞ്ഞ ഏസാവിൻ്റെ മുൻപിൽ കൈക്കുമ്പിളിൽ പായസവുമായി കടിഞ്ഞൂലവകാശം കവർന്നെടുത്തവൻ. അന്നും ഇന്നും ചൂഷകരുടെ പ്രതീകം തന്നെ. എല്ലാറ്റിനും ഒടുവിലതാ നിശയുടെ നിശബ്ദതയിൽ അവൻ ദൈവവുമായി യുദ്ധം ചെയ്തു. അവൻ്റെ പാപങ്ങൾ അവൻ തിരിച്ചറിഞ്ഞു. അവൻ ദൈവത്തോട്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് മൽപ്പിടുത്തം നടത്തി അനുഗ്രഹം പ്രാപിച്ചവൻ. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലും പല പല മല്ലിടീലുകൾ നേരിടുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, യാക്കോബിനെ ഇസ്രായേലാക്കിയ നല്ല നാഥ, ഞങ്ങളിലും ഒരു മാനസാന്തരവും നല്ല ഒരു രൂപാന്തരീകരണവും നടത്തണമേ. ഈശോനാഥ, നല്ല ഒരു ദിവസം തന്നതിനായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ആമേൻ.